ഈ ചെറിയ മത്തിയാവുമ്പോഴേ പെണ്ണുങ്ങൾക്കൊക്കെ കുറച്ച് നന്നാക്കാൻ മടിയാണ്. അപ്പോൾ അത് നമ്മൾ നന്നാക്കി കൊടുത്താൽ നല്ല തിന്നാൻ ഭയങ്കര ഇതാണ്. അവിടെ നമ്മൾ സെറ്റോ ബോക്സ് കൊണ്ട് തച്ചിട്ടൊന്നും കാര്യമല്ല. ഏതായാലും കോപം നിയന്ത്രിക്കാല്ലേ കുറച്ച് വാക്കുകൾ കേട്ടോളിട്ടോ. ഏതായാലും ഞാൻ ഇത്ര നേരം പറയാൻ ശ്രമിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്ഷിപ്രകോപമുള്ളവരാണെങ്കിലും, കോപം ഉള്ളിൽ ഒതുക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിലും, കോപം ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മളെ കോപിപ്പിച്ചവരെ ദ്രോഹിക്കുന്നവരാണെങ്കിലും ഒരു തീരുമാനം എടുക്കുക. ഇനി മുതൽ എനിക്കുള്ള എന്ത് കോപം വന്നാലും ഡ്രൈവർ സീറ്റ് ഞാൻ തന്നെ നിയന്ത്രിച്ചെടുത്ത് ഈ കോപം ഉണ്ടാകാനുള്ള വികാരം അല്ലെങ്കിൽ ഏത് വികാരമാണ് വ്രണപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ദൈവവചനം അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രമ്യതപ്പെടുക. അടുത്തുള്ളവരോട് നേരിട്ട് സോറി പറയുക, ദൂരെയുള്ളവരോട് വാട്സപ്പിലാണെങ്കിൽ സോറി പറയുക. അങ്ങനെ ഒന്ന് രമ്യതപ്പെട്ട് മുന്നോട്ട് നിങ്ങൾ പോയാൽ ജീവിതത്തിൽ വൻ വിജയമായിരിക്കും. കാരണം ആരോടെങ്കിലും ഒരാളോട് എനിക്ക് വെറുപ്പുള്ളിൽ കയറിപ്പോയാൽ എനിക്ക് ലോകത്ത് പിന്നെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. കാരണം ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വെറുപ്പുള്ള സ്ഥലത്ത് സ്നേഹത്തിന് സ്ഥാനമില്ല. ഇപ്പോൾ ഒരു വാർത്ത, ചാലക്കുടിയിൽ ഇൻഫ്ലുവൻസർ ദമ്പതിമാർ തമ്മിലടി. ഇടിപെട്ട് സിന്നും കാടിത്താരോ, പിന്നെ ചട്ടയും കീറപ്പേടുത്താരോ, സെറ്റോ ബോസുണ്ട് തച്ചാരോ. ഇതേ മാരിയോ ജോസഫ്, അതായത് സുലൈമാൻ, അല്ലാ നമ്മളെ സുഗീനല്ലേ അത് എന്ന് പറഞ്ഞ സുലൈമാനാണിതേ. സുലൈമാന് ഇസ്ലാം മതം വിട്ടുങ്ങാണ്ട് നേരെ ക്രിസ്തു മതം സ്വീകരിച്ചു, ഫാദറായി. കുറേ ആൾക്കാർ മൂപ്പരെ ഏറ്റിക്കൊണ്ട് നടന്നു. കാരണം ഖുർആനിൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടി, വലിയ ചോദ്യം മൂപ്പരെ മനസ്സിൽ തുറന്നു വന്നു. അതുകൊണ്ട് ഇസ്ലാം വിട്ടു. അങ്ങനെ ഇയാളെ ഏറ്റി നടക്കിയിരുന്നു. അങ്ങനെ നടന്ന് ഇവർ ജിജി എന്ന് പറഞ്ഞ അവരെ കല്യാണം കഴിച്ച് പിന്നെ മാതൃകാ ദമ്പതികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. മോട്ടിവേഷൻ മാത്രമല്ല കേട്ടോ, ഇപ്പടുത്ത് മൂപ്പര് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് പിന്നെ എവിടെയെങ്കിലും സ്ഥലം കൊടുത്താൽ പിന്നെ 1/2 സെൻറ്റ് സ്ഥലം കൊടുത്താൽ പിന്നെ അവിടെ 40 ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ പണിയാണ് ഓലെടുക്കുക. അപ്പോൾ ഓൽക്കാരും അവിടെ സ്ഥലം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ വർഗീയപരമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. ഏതായാലും ഇപ്പോൾ മൂപ്പരെ പറ്റിയുള്ള വാർത്തയാണ് ഇപ്പോൾ അത്. അപ്പോൾ മൂപ്പരോട് പറയാനുള്ളത്, സുലൈമാനായി നിന്നതിനെ കാലത്ത് റസൂലിൻ്റെ പത്നിമാരുടെ, റസൂല് സ്വന്തം ഭാര്യമാരോട് ചെയ്ത ആ ഒരു മാന്യത, ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ, അത് കുറച്ചെങ്കിലും നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ, അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളാവൂലായിരുന്നു. മനസ്സിലായോ? അതാകാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖുർആനെ കുറച്ചേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, ഇസ്ലാമിനെ നിങ്ങൾ കുറച്ചാണ് പഠിച്ചത്. നിങ്ങളാ പ്രവാചകൻ്റെ ജീവിതചര്യയെക്കുറിച്ച് ഉൾക്കൊണ്ടില്ല. അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോലത്തിൽ സ്വന്തം ഭാര്യനെ കടിച്ചും പറിച്ചും സെറ്റോ ബോസ് കൊണ്ട് തലാട്ടിച്ചും പൊട്ടിച്ചും ഇങ്ങനെയൊന്നും ആകൂലായിരുന്നു. മാത്രമല്ല, നമ്മളൊരു കാര്യം സമൂഹത്തിൽ പറയുമ്പോൾ അത് കുറച്ചെങ്കിലും അവനാ ഉൾക്കൊള്ളണ്ടേ. അതില്ലാത്തടത്തോളം കാലം ഈ പറയുന്നതിൽ എന്തർത്ഥമല്ലത് എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ചോദിക്കണം. ഏതായാലും നിങ്ങൾ നന്നാകട്ടെ, നന്നായിങ്ങാണ്ട് പിന്നെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോട്ടെ. പിന്നെ ഈ വർഗീയതയും മറ്റൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ മുഴുവനും ഇകഴ്ത്തിക്കൊണ്ട് എത്രയോ സ്ഥലങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുമിച്ച് കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകുന്നൊരു നാട്ടിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞ വർഗീയതയുടെ ആഴത്തിലെന്നറിയോ. അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചൊക്കെ ഒരു മനസാക്ഷി കുത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വേണം. അല്ലാതെ വർഗീയത കൊണ്ട് അതൊന്നും തീരൂല. അപ്പോൾ നിങ്ങൾ നന്നാകട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇങ്ങനത്തെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഒന്നായിട്ട് പടർന്നപ്പോൾ, അത് പടരുന്ന കണ്ടപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, കണ്ടോ, ഇന്ന് രാവിലെ വാങ്ങിയതാണ് ചെറിയ മത്തി. അപ്പോൾ ഇത് നന്നാക്കാൻ പല ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് നന്നാക്കി കൊടുക്കണം. എന്തിനാ വെച്ചാൽ ഇങ്ങനെയുള്ള സഹായം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേറെ വലിയ സെറ്റോ ബോക്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 5 മിനിറ്റ് കൊണ്ട് നമ്മളിത് നന്നാക്കി പരിപാടി തീർത്തു കൊടുത്താൽ ഉച്ചക്ക് നല്ല ഉഷാറായിട്ട് കഴിക്കാം. അതിനൊരു മടിയും കുറവൊന്നും വേണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് സുലൈമാനല്ലേ, അല്ല സുഗീനാണ് സുലൈമാനോ. അപ്പോൾ പഴയ സുലൈമാനെ, ഇപ്പോഴത്തെ മാരിയോ ജോസഫെ, നമുക്ക് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നിങ്ങളൊക്കെ നല്ല രീതിയിലാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്നാൽ നമ്മളെ പണി ഏറ്റവും മുന്നോട്ട് പോട്ടെ. ഓക്കെ, നിർത്തുന്നു. നന്ദി.